Hi all, welcome to once. നമ്മൾ ഈ ഒരു സെഷനിൽ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി കണ്ടക്ട് ചെയ്തിട്ടുള്ള S4 യൂണിവേഴ്സിറ്റി എക്സാംസിൻ്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 പാർട്ട് എയിലെ 2 ക്വസ്റ്റ്യൻ ചെയ്തു, പാർട്ട് ബിയിലെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ചെയ്തു അല്ലേ. 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, ബോത്ത് എ ആൻഡ് ബി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി മൊഡ്യൂൾ 1 നമുക്കൊരു രണ്ടാമത്തെ ഓപ്ഷൻ അല്ലെ 14 മാർക്കിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി അവൈലബിൾ ആണ്. നമുക്ക് ഈ സെഷനിൽ ആ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, സോ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ്ലി കിടക്കാം. ദ ക്വസ്റ്റ്യൻ ഈസ് സേയിങ് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അതിനും എയും ബിയും ഉണ്ട് അല്ലെ. മൊത്തം 7 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ആണ്. യു ക്യാൻ സീ ഹിയർ എ പാർട്ടിന് 7 മാർക്ക് ഉണ്ട്, ബി പാർട്ടിന് 7 മാർക്ക് ഉണ്ട്. ഓക്കെ, മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പറയാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ന്യൂമറിക്കലാണ്. എ വാലി ഈസ് ഫോംഡ് ബൈ എ ഡിസെൻഡിങ് ഗ്രേഡ് ഓഫ്, തീർച്ചയായിട്ടും എ വാലി എന്ന് പറഞ്ഞാൽ ഡിസെൻഡിങ് ഗ്രേഡിയൻ ഫോളോഡ് ബൈ എ അസെൻഡിങ് ഗ്രേഡിയൻ. ഈ ഡിസെൻഡിങ് ഗ്രേഡിയൻ ഓഫ് 1/25, descending gradient of 1/25, meeting an ascending gradient of 1/30 ആണ്. Design the length of the valley ആണ് to fulfill both comfort condition and headlight side distance requirement for a design speed of 60 km/h. Assume allowable rate of change of centrifugal acceleration as 0.6 meter cube per second ആണ്. meter per second cube ആണ്. ക്ലിയർ അല്ലേ? 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സം ഡയറക്റ്റ് ഫോർമുലാസിൻ്റെ അപ്ലിക്കേഷൻസ് ആണ്. ലെറ്റ്സ് ഡു ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? സോ നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താണ്? ലെങ്ത് ഓഫ് ദ വാലി ആണ്. ലെങ്ത് ഓഫ് ദ വാലി, ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ലെറ്റ് മീ മാർക്ക് ദാറ്റ് ആസ് LV. ലെങ്ത് ഓഫ് ദ വാലി ആണ് നമുക്കറിയാം. ഓക്കെ, നമുക്കറിയാം 2 കേസസിലാണ്. നിങ്ങൾക്കറിയാം ലെങ്ത് ഓഫ് സബ്മിറ്റ് കർവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദ വാലി കർവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 2 കേസസ് ആണ്. കേസ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ലെങ്ത് ഓഫ് ദ വാലി കർവ് ഈസ് ഗ്രേറ്റർ ദാൻ ദ സൈഡ് ഡിസ്റ്റൻസ് അവൈലബിൾ. ആൻഡ് വാലി കർവ് ആണെങ്കിൽ നമുക്കറിയാം 2 സൈഡ് ഡിസ്റ്റൻസ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. ഏതൊക്കെയാണ്? ഒന്നെങ്കിൽ SSD ആവാം, അല്ലെങ്കിൽ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ആവാം. ഓക്കെ അല്ലേ? ആൻഡ് ഇതാണ് കേസ് 1. കേസ് 2 എന്താണോ? കേസ് 2 എന്താണ്? നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ലെങ്ത് ഓഫ് ദ വാലി കർവ് ചിലപ്പം നമ്മുടെ സൈഡ് ഡിസ്റ്റൻസിനെക്കാളും കുറവായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഏതൊക്കെയാണ് സൈഡ് ഡിസ്റ്റൻസ്? ഒന്നെങ്കിൽ SSD ആവാം, അല്ലെങ്കിൽ HSD ആവാം. ഇതാണ് ലെങ്ത് ഓഫ് ദ വാലി കർവും ലെങ്ത് ഓഫ് ദ സബ്മിറ്റ് കർവ് ആയാലും ശരി കണ്ടുപിടിക്കാനുള്ള 2 കേസസ്. ദർ ക്യാൻ ബി 2 കേസസ്, കേസ് 1 ആൻഡ് കേസ് 2. ഓക്കെ അല്ലേ? ഒന്നും പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇഫ് നത്തിങ് ഈസ് മെൻഷൻഡ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന കേസ് അതാണ്. അതായത് ഡിഫോൾട്ട് കേസ് ഏതാണ്? കേസ് 1 ആണ്. ദാറ്റ് ഈസ് കണ്ടുപിടിക്കാൻ പോകുന്ന ലെങ്ത് ഓഫ് ദ വാലി കർവ് ഈസ് അസ്യൂംഡ് ടു ബി ഗ്രേറ്റർ ദാൻ ദ സൈഡ് ഡിസ്റ്റൻസ്. അസ്യൂംഡ് ആണ്. ഓക്കെ, നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകുന്നത്? LV ആണ്. ആ LV നമ്മൾ അസ്യൂം ചെയ്യാണ് ഈസ് ഗ്രേറ്റർ ദാൻ സൈഡ് ഡിസ്റ്റൻസ്. ഇതാണ് നമ്മൾ ഡിഫോൾട്ട് ആയിട്ട് കൊണ്ടു നടക്കുന്ന കേസ്. ഓക്കെ, സോ വി നീഡ് ദാറ്റ് ഓൺലി. ഓക്കെ, സോ LVയുടെ ഇക്വേഷൻ എന്താ വരിക? ഇൻ ദിസ് കേസ് LV ഈസ് ഗിവൺ ബൈ NS square divided by 2 times S plus 2 times S plus 2S tan 2 times H small h plus 2S tan alpha എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് കേസ് 1 നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, കേസ് 2 ഇക്വേഷൻ നമുക്ക് എഴുതാം. ഓക്കെ, ലെറ്റ്സ് ഡു ബൈ കേസ് 1 ഫസ്റ്റ്. ഓക്കെ, ഇതാണ് LV എന്ന് പറയുന്ന ഇക്വേഷൻ. വേറെ N എന്ന് പറയുന്നത് എന്താണോ? N എന്ന് പറഞ്ഞാൽ ഡീവിയേഷൻ ആംഗിൾ ആണ്. S എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് ഡിസ്റ്റൻസ് ആണ്. സ്മോൾ എച്ചും ആൽഫയും എന്താണ്? നമുക്കറിയാം, നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, തിയറി ക്ലാസ്സിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. നോക്കിയേ, വാലി കർവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എങ്ങനെയാണ്? ദിസ് ഈസ് കൺസിഡർ ആസ് ദ വാലി കർവ് ആണ് അല്ലേ. എന്തായിരിക്കും വാലി കർവ് അല്ലേ? ദിസ് ഈസ് കൺസിഡർ ആസ് എ സാഗ് കർവ് അല്ലെങ്കിൽ വാലി കർവ് ആണ്. ഓക്കെ, എന്താണ് വാലി കർവിൻ്റെ ഡെഫിനിഷൻ പറയൂ? അതായത് ഇഫ് യു ഡ്രോപ്പ് ടാൻജൻറ്റ്, നിങ്ങൾ ടാൻജൻറ്റ് ഡ്രോപ്പ് ചെയ്താൽ ഏതെങ്കിലും 2 പോയിന്റിൽ നിന്ന് നിങ്ങൾ ടാൻജൻറ്റ് ഡ്രോപ്പ് ചെയ്താൽ ആ ടാൻജൻറ്റുകൾ മീറ്റ് ചെയ്യുന്ന പോയിന്റ് വിൽ ലൈ ബിലോ ദ കർവ്. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടാൻജൻറ്റ്, ഓക്കെ, പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ടാൻജൻറ്റ് ലൈസ് ബിലോ ദ കർവ്. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് പറയും? വാലി കർവ് എന്ന് പറയും. നിങ്ങൾ നോക്കിയേ, മറ്റൊരു ഡെഫിനിഷൻ എന്താണ്? ഡൗൺ ഗ്രേഡിയൻ അല്ലേ, ഇറക്കമല്ലേ, പിന്നെയാണ് എന്തുള്ളത്? കയറ്റം. ഓക്കെ, ആദ്യം ഇറക്കമാണ്, പിന്നെ കയറ്റമാണ്. അതായത് ഡൗൺ ഗ്രേഡിയൻ ദാറ്റ് ഈസ് -N1% എന്ന് കൊടുക്കാം. It is a down gradient meeting an up gradient that is plus N2%. A down gradient meeting an up gradient forms a valley curve. So, 2 definition പറഞ്ഞു എന്താണ്? Point of intersection of tangent lies below the curve. A down gradient is meeting an up gradient which also forms a valley curve. Clear അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കിയ ഡീവിയേഷൻ ആംഗിൾ എന്തായിരുന്നു? ഡീവിയേഷൻ ആംഗിൾ എന്ന് വെച്ചാൽ നോക്കിയാൽ ഇങ്ങനെ ഡൗൺ ഗ്രേഡിയന്റ് പോവുകയാണ്. ഡൗൺ ഗ്രേഡിയന്റ് ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് അത് എങ്ങോട്ട് ഡൈവേർട്ട് ആയി? ഇങ്ങോട്ട് ഡൈവേർട്ട് ആയി. ഓക്കെ, സോ ദിസ് ഇസ് ടേംഡ് ആസ് ഡീവിയേഷൻ ആംഗിൾ N, which is nothing but algebraic difference of gradient അല്ലേ.
ആൾജിബ്രിക് ഡിഫറൻസ് ഓഫ് ഗ്രേഡിയൻറ്റ് നമുക്കറിയാം ഇതൊക്കെ. ഓക്കെ, മോഡുലസ് ഓഫ് ആൾജിബ്രിക് ഡിഫറൻസ് ഓഫ് ഗ്രേഡിയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡീവിയേഷൻ ആംഗിൾ കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഈ ഒരു ഫിഗറിൽ എന്താണ് അഡ്വാൻറ്റേജ്? ഇവിടെ ഒരു വണ്ടി ഉണ്ടെന്ന് വെച്ചോ. ലെറ്റ്സ് സേ ഇവിടെ ഒരു വണ്ടി ഉണ്ട്. വണ്ടി എവിടെയാണെങ്കിൽ പോലും ഇങ്ങേ അറ്റത്തൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിക്ക് അങ്ങേ അറ്റം വരെ കാണാൻ പറ്റും അല്ലേ? നോക്കിയേ, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ ഒരു വണ്ടി ഉണ്ടെന്ന് വെച്ചോ. രാത്രി സമയമാണെങ്കിൽ പോലും, പകലാണെങ്കിൽ എന്തായാലും കാണും, രാത്രി സമയമാണെങ്കിൽ പോലും നോക്കിയേ, ഇവിടെയുള്ള വണ്ടി, ഈ എ എന്ന് പറയുന്ന പോയിന്റിലെ വണ്ടിക്ക് ഈ കർവിൽ മറ്റെവിടെയെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ബിക്കോസ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് മോസ്റ്റ്ലി അവൈലബിൾ. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. OSD അതായത് ഓവർടേക്കിംഗ് സൈഡ് ഡിസ്റ്റൻസിന് വേണ്ടി നമ്മൾ വാലി കർവ് ഡിസൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ദർ ഈസ് അബണ്ടന്റ് വിസിബിലിറ്റി. ഇങ്ങേ അറ്റത്ത് നിന്നാൽ പോലും നമുക്ക് അങ്ങേ അറ്റം വരെ കാണാൻ പറ്റും. ഓക്കെ, സോ ദർ ഈസ് നോ നീഡ് ഓഫ് ഡിസൈനിങ് ദ കർവ് ഫോർ OSD. അതായത് ഈ കർവ് എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്താൽ മതി? വി വിൽ ബി ഡിസൈനിങ് ദിസ് കർവ് ഓൺലി ഫോർ ഒന്നെങ്കിൽ SSD, അത് തീർച്ചയായിട്ടും ചെയ്യണം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. എന്താണിത്? ഹെഡ്ലൈറ്റ് സൈറ്റ് ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്കറിയാം, നമ്മുടെ രാത്രി കാലങ്ങളിൽ വണ്ടി ഹെഡ്ലൈറ്റ് ഇട്ടാണ് ഓടുക. ഹെഡ്ലൈറ്റ് വെച്ച് നമുക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ്, ദ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് വിസിബിൾ ബൈ ദ ഹെഡ്ലൈറ്റ്, ദ മാക്സിമം ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് വിസിബിൾ ബൈ ദ ഹെഡ്ലൈറ്റ്, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? സോ നമുക്ക് ഇവിടെ ഒരു വണ്ടി വരച്ച് നോക്കാം എന്താ അവസ്ഥ എന്ന്. ഓക്കെ, സോ നോക്കിയേ, നമുക്ക് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് വരച്ച് നോക്കുകയാണെങ്കിൽ, യെസ്, സോ നോക്കിയേ, ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ആൻഡ് ദ വണ്ടി ഈസ് ഹാവിങ് എ ഹൈറ്റ് ഓഫ് ദിസ് മച്ച് ആണ്. എന്താണ് ഈ സ്മോൾ എച്ച് എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? എന്താണ് സ്മോൾ എച്ച് എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഈസ് സ്മോൾ എച്ച് ഈസ് ദ ഹൈറ്റ് ഓഫ് ഹെഡ്ലൈറ്റ് ആണ്. ഹൈറ്റ് ഓഫ് ഹെഡ്ലൈറ്റ് ഓഫ് എ വെഹിക്കിൾ, അതിനെയാണ് നമ്മളിപ്പോൾ സ്മോൾ എച്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സേ ഇവിടെ ഒരു വണ്ടി ഉണ്ട്. ആൻഡ് വണ്ടി നമ്മൾ വരയ്ക്കുന്നില്ല, നമ്മൾ വണ്ടിയുടെ ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് ആണ് വരച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഒന്നും പറഞ്ഞില്ലെങ്കിൽ എത്രയാണോ? ആസ് പെർ ദ IRC സ്പെസിഫിക്കേഷൻ ഇറ്റ് ഈസ് 0.75 മീറ്റർ ആണ്. 0.75 മീറ്റർ ആണ് എന്ത്? ഹെഡ്ലൈറ്റിൻ്റെ ഹൈറ്റ് അല്ലേ? സോ അത്യാവശ്യം വലിയ വണ്ടിയാണ് അല്ലേ? നമ്മുടെ കാറൊക്കെ ആണെങ്കിൽ ചെറുതല്ലേ, എത്രയോ താഴെ ആയിരിക്കില്ലേ? ഒരു ലോറിയാണെന്ന് വെച്ചോ. ഓക്കെ, സോ വി ആർ ഹാവിങ് ഹൈറ്റ് ഓഫ് ദ ഹെഡ്ലൈറ്റ് ആസ് സ്മോൾ എച്ച്. നിങ്ങൾ നോക്കിയേ, ഈ ഹെഡ്ലൈറ്റിൽ നിന്ന് പോകുന്ന ലൈറ്റ് ബീമാണ് വരച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് ലൈറ്റ് ബീം. നമുക്കറിയാം ഒരു സ്ട്രേറ്റ് ലൈറ്റ് ബീം ഉണ്ടാവും. ആൻഡ് പോരാത്തതിന് നമുക്കറിയാം സ്ട്രേറ്റ് മാത്രമാണ് നമ്മുടെ ലൈറ്റ് ബീം ഉണ്ടാവുക. അല്ല, നമ്മുടെ ലൈറ്റ് ബീം ചിലപ്പം കുറച്ച് മുകളിലേക്കും ഉണ്ടാവും പോർഷൻ, കുറച്ച് താഴേക്കും എന്തായിരിക്കും? ലൈറ്റ് ഇൻക്ലൈൻഡ് ആവും അല്ലേ? ലൈറ്റ് വിൽ ബി മൂവിങ് ഇൻ എ കോണിക്കൽ മാനർ അല്ലേ? കോണിക്കൽ മാനറിലെ മൂവ് ചെയ്യുക. സോ ഈ പറയുന്ന ലൈറ്റിന് എന്തും കൂടി ഉണ്ടാവും. ഇറ്റ് വിൽ ബി ഹാവിങ് ആൻ അപ്വേർഡ് ഇൻക്ലിനേഷൻ ലൈക്ക് ദിസ്. ക്ലിയർ അല്ലേ? ആൻഡ് ഈ ഒരു ആംഗുലർ ഡിഫറൻസിനെയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. ഈ ഹൊറിസോണ്ടലായിട്ട് ലൈറ്റ് ബീം മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളിനാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. സോ ആൽഫ ഇസ് നത്തിങ് ബട്ട് ബീം ആംഗിൾ. ഓക്കെ, ദിസ് ഇസ് ടേംഡ് ആസ് ലൈറ്റ് ബീം ആംഗിൾ. ഒന്നും പറഞ്ഞില്ലെങ്കിൽ 1 ഡിഗ്രി എന്ന് പറയുന്ന വാല്യൂസ് ആണ്. ഓക്കെ, ഇതെല്ലാം IRC പറയുന്ന ഡയറക്റ്റ് വാല്യൂസ് ആണ്. ഇത് നിർബന്ധമായിട്ട് ഓർക്കണം. സോ ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ് എത്രയാണ്? ഹൈറ്റ് ഓഫ് ദ ഹെഡ്ലൈറ്റ് എത്രയാണ്? 0.75 മീറ്റർ. ദെൻ ബീം ആംഗിൾ ഈസ് ഈക്വൽ ടു 1 ഡിഗ്രി ആണ്. ക്ലിയർ ആണോ? യെസ്, ഐ ഹോപ്പ് നൗ ദിസ് ഇക്വേഷൻ ഈസ് ഓക്കെ ടു യു. ദാറ്റ് ഈസ് NS സ്ക്വയർ. N എന്താണോ? N ഈസ് എ ഡീവിയേഷൻ ആംഗിൾ. S ഈസ് ദ വാട്ട് എവർ ദ സൈഡ് ഡിസ്റ്റൻസ്. സ്മോൾ h ഈസ് ദ height of the headlight. Then S is the side distance. Alpha is the beam angle, which is already given to us. Clear? Yes. Clear ആണോ? സോ ഇതാണ് നമ്മുടെ വാലി കർവ്. ഇതാണ് നമ്മുടെ വാലി കർവിൻ്റെ എല്ലാ പരിപാടിയും. Yes, we never design the valley curve for overtaking side distance because it is clearly visible at any point. Clear? Yes. So നോക്കിയേ, ഈ ഒരു ഇക്വേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? അതായത് എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ലെറ്റ് മീ റൈറ്റ് ദാൻ an equation again. That is LV is equal to എത്രയാണ്? N into S square divided by 2 times H plus 2 times S tan alpha എന്ന ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ലെങ്ത് ഓഫ് വാലി കർവ് ഫോർ ദ കേസ് 1. ഇതിൽ നമുക്ക് H equal to എത്രയാണ്? 0.75. ആൽഫ is equal to എത്രയാണ്? 1 degree. If you substitute all these value, you will remember this equation. ഈ ഇക്വേഷൻ ഓർക്കണം. എത്രയാണ്? NS square divided by 2 into 0.75 എത്രയാണോ? 1.5 plus 2S മാറി എത്രയായി? 2 into tan alpha. Tan alpha എത്രയാണ്? 1 degree. So this will become as 0.035 into S. 0.035 into S എന്ന് പറയുന്ന ഈ ഇക്വേഷനിലാണ് നമ്മൾ എല്ലാ പരിപാടിയും ചെയ്യാൻ പോകുന്നത്. ക്ലിയർ? We are going to substitute all the values in this equation.
Is that okay? Yes, 1.5, 0.035, 0.035 into S. Clear? So, this equation is exam substitute in the value. Okay? Yes. So, first we will first find out n. Okay? First find out deviation angle n. Which is equal to modulus of algebraic difference. Algebraic difference of gradient. Algebraic difference of gradient. Okay? Yes. Question figure it is minus n1%, then plus n2%. Question yes, first descending gradient 1 in 25, then there is an ascending gradient of 1 in 30. Okay? So substitute the value, find out. Yes, tell me what is this, how much is n? Capital N yes, tell me what is the value of capital N? Yes, it will be descending curve, descending. Okay, so it will be minus, so minus 1 by 1 in 25, okay, minus 1 in 25, algebraic difference, so minus of, then ascending gradient, ascending gradient plus, so 1 in 30. Clear? 1 in 25 എന്തുകൊണ്ടാണ് മൈനസ് ആയത്? ബിക്കോസ് ഇറ്റ് ഈസ് എ ഡിസെൻഡിങ് ഗ്രേഡിയൻറ്റ്. നോക്കിയേ, കർവിൽ നോക്കിയേ, ആദ്യം ഡിസെൻഡിങ് അല്ലേ, അതുകൊണ്ടാണ് നമ്മളിതിനെ മൈനസ് എന്ന് കൊടുത്തത്. ദെൻ അസെൻഡിങ് ആണ്, അതുകൊണ്ടാണ് നമ്മളിതിനെ പോസിറ്റീവ് എന്ന് കൊടുത്തത്. ദെൻ n ഈക്വൽ ടു എന്താണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് വരിക? n വിൽ ബി ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് മൈനസ് n1, കാരണം അത് ഡിസെൻഡിങ് ആണ്. ദെൻ ഡിഫറൻസ് എടുക്കണം, അതുകൊണ്ട് മൈനസ് ഇട്ടു, പ്ലസ് n2 എന്നാണ് വരിക. Why? Because it is an ascending gradient. So basically എന്താ വരുന്നത്? ഇത് മൈനസ് മൈനസ് വരും. ഓക്കെ, മൈനസ് കോമൺ ആയിട്ട് പുറത്ത് വരും. ക്ലിയർ? സോ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സോ ഇഫ് യു ഡു ദിസ്, യു വിൽ ഗെറ്റ് n ആസ് 0.073. n ആസ് 0.073 എന്ന് കിട്ടും. ക്ലിയർ ആണോ? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. സോ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? n കിട്ടി. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് s വാല്യൂ. s എന്താണ്? s ഈസ് നത്തിങ് ബട്ട് ദ സൈഡ് ഡിസ്റ്റൻസ്. s ഈസ് നത്തിങ് ബട്ട് ദ സൈഡ് ഡിസ്റ്റൻസ് ആണ്. അതെന്താവാം? ചിലപ്പം that can be ചിലപ്പോൾ എന്താവാം, സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ആവാം, അല്ലെങ്കിൽ HSD ആവാം. സോ നോക്കിയേ, നമുക്ക് HSD കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രത്യേക ഇക്വേഷൻ ഒന്നുമില്ല. ദ മാക്സിമം വാല്യൂ ഓഫ് HSD ഈസ് നത്തിങ് ബട്ട് SSD ആണ്. ഓക്കെ, സോ ഇവിടെ നോട്ടാക്കി എഴുതാണ്, നമുക്കറിയാവുന്ന പോയിന്റ് ആണ്. ഇതൊക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ട്. ഓക്കെ, നമുക്കറിയാം മാക്സിമം വാല്യൂ ഓഫ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് നത്തിങ് ബട്ട് എത്രയാണ്? ഈസ് നത്തിങ് ബട്ട് SSD ആണ്. ദ മാക്സിമം വാല്യൂ ഓഫ് HSD. വി ഡോണ്ട് ഹാവ് എൻ ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് HSD. വി കൺസിഡർ ദ മാക്സിമം വാല്യൂ ഓഫ് HSD. അതായത് ലൈറ്റ്, വണ്ടിയുടെ ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന മാക്സിമം ഡിസ്റ്റൻസ് ഹെഡ് ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എന്നറിയപ്പെടും. ആൻഡ് അതിൻ്റെ മാക്സിമം വാല്യൂ ഇസ് നത്തിങ് ബട്ട് ദ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്. യു ടെൽ മീ വാട്ട് ഇസ് ഇക്വേഷൻ ഓഫ് സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ്? വി നോ സ്റ്റോപ്പിംഗ് സൈഡ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്മോൾ v ഇൻറ്റു ടി പ്ലസ് v സ്ക്വയർ ബൈ 2gf. ഓർ നിങ്ങൾക്ക് മറ്റേ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഏതാണ് മറ്റേ ഇക്വേഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു, ഓർ യു ക്യാൻ യൂസ് ഫോർ 0.278 capital V into T plus capital V square divided by 254F. Clear അല്ലേ? ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം? ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 60 km/h. ഇറ്റ് ഈസ് മൂവിംഗ് വിത്ത് എ വെലോസിറ്റി ഓഫ് 60 km/h. സോ യു ക്യാൻ ഫൈൻഡ് ഔട്ട് SSD. യെസ്, SSD അതായത് ദാറ്റ് ഈസ് ഈക്വൽ ടു നത്തിങ് ബട്ട് S ആണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ദിസ് വാല്യൂ. യെസ്, സോ സബ്സ്റ്റിറ്റ്യൂട്ടും കാണിക്കണം, എല്ലാവരും സ്റ്റെപ്പ് കാണിക്കണം. ഓക്കെ, സ്റ്റെപ്പ് കാണിക്കാതെ ഒരു പരിപാടിയുമില്ല. ക്യാപിറ്റൽ V എത്രയാണോ? 60 km ആണ്. ഓക്കെ, ഇൻറ്റു 60. ആൻഡ് T എത്രയാണ്? ഒന്നും പറഞ്ഞിട്ടില്ല, നമുക്കറിയാം. ഒന്നും പറഞ്ഞില്ലെങ്കിൽ എത്രയാണ്? 2.5 ആണ്. സോ ദിസ് ഇസ് ഫസ്റ്റ് പാർട്ട് പ്ലസ് ക്യാപിറ്റൽ V എത്രയാണ്? ദിസ് ഇസ് 60 സ്ക്വയർ ഡിവൈഡ് ബൈ 254. F തന്നിട്ടുണ്ടോ? വാട്ട് ഈസ് F? F ഈസ് നത്തിങ് ബട്ട് ദ കോഎഫിഷ്യന്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ ഫ്രിക്ഷൻ. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ എത്രയാണ് വാല്യൂ? ഇറ്റ് ഈസ് 0.35 ആണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് എസ്, യെസ്, ടെൽ മീ എത്ര കിട്ടും നിങ്ങൾക്ക്? യെസ്, യു വിൽ ഗെറ്റ് 82.7 മീറ്റർ എന്ന് കിട്ടും. 82.7 മീറ്റർ എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് എ വാല്യൂ ഓഫ് എസ്. ക്ലിയർ? ഇതാണ് നമ്മുടെ ഇത്. യെസ്, ലെറ്റ് മീ ചെക്ക് ദാറ്റ് വാല്യൂ അഗെയിൻ. ആ വാല്യൂ നമുക്ക് എത്ര കിട്ടുക? യെസ്, SST നിങ്ങൾക്ക് 82.7 എന്നാണ് കിട്ടുക. ക്ലിയർ അല്ലേ? 82.7 എന്ന് കിട്ടും. നൗ ഫൈൻഡ് ഔട്ട്. സോ നമുക്ക് ഇതിലെല്ലാം കിട്ടിയില്ലേ? എവിടെ നമ്മുടെ ഇക്വേഷൻ എവിടെ? NS സ്ക്വയർ ഡിവൈഡ് ബൈ 1.5 പ്ലസ് 0.035 എന്നാണ്. ദെൻ ബൈ ദിസ് ഇക്വേഷൻ, യെസ്, LV ഈക്വൽ ടു എന്താണ്? N ഇൻറ്റു S സ്ക്വയർ ഡിവൈഡ് ബൈ 1.5 പ്ലസ്
0.035 S എന്നാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ആൻഡ് ടെൽ മി ദ ആൻസർ. n എത്രയാണോ? 0.073. S എത്ര കിട്ടി ഇപ്പം? 82.7. ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1.5 plus 0.035 into S എത്രയാണോ again? 82.7. If you calculate that, you will get the length of the valley curve, LV, length of the valley curve as 113.47 meter എന്ന് കിട്ടും. 113.47 meter എന്ന് കിട്ടും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ദ വാലി കർവ് ആസ് പെർ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. നോക്കിയേ, ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഡിസൈൻ ദ ലെങ്ത് ഓഫ് ദ വാലി കർവ് ഫോർ ബോത്ത് കംഫർട്ട് കണ്ടീഷൻ ആൻഡ് ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ്. അതായത് നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ലെങ്ത്ത് ഏതാണ്? ഫോർ ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഫോർ ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസ് ആണ്. അതായത് നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കണം? ഹെഡ്ലൈറ്റ് ഡിസ്റ്റൻസിന് വേണ്ടിയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് എന്തുകൂടി കണ്ടുപിടിക്കണം? വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദ വാലി കർവ് ഫോർ കംഫർട്ട് കണ്ടീഷൻ. ഓക്കെ, സോ LV ഫോർ കംഫർട്ട് കണ്ടീഷൻ. ഓക്കെ, LV ഫോർ കംഫർട്ട് കണ്ടീഷൻ. നോക്കിയേ, ഇത് ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. അതിന് മുമ്പ് എന്താണ് കംഫർട്ട് കണ്ടീഷൻ എന്ന് മനസ്സിലാക്കിയേ. നോക്കി, ഇത് ഈ വരച്ചിരിക്കുന്ന എന്ത് കർവാണോ ഇതിനാണ് നമ്മൾ സബ്മിറ്റ് കർവ് എന്ന് പറയാം. ഈ വരച്ചിരിക്കുന്ന കർവിനാണ് നമ്മൾ എന്താ പറയുക? വാലി കർവ് എന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഇസ് ദ വാലി കർവ്. ഒബ്വിയസ്ലി ഇതാണ് നമ്മുടെ വാലി കർവ്. ഓക്കെ, ആൻഡ് ഇതാണ് നമ്മുടെ ഇത് സബ്മിറ്റ് കർവ് എന്ന് പറയുന്നത് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് നമ്മുടെ ഇത്. ദിസ് ഇസ് കൺസിഡർ ആസ് എ സബ്മിറ്റ് കർവ്. ക്ലിയർ? നോക്കിയേ, നമ്മൾ ഈ സബ്മിറ്റ് കർവിൽ വണ്ടി മൂവ് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സേ ഇവിടെ വണ്ടി എത്തി. ഈ വരച്ചിരിക്കുന്ന വണ്ടിയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം വണ്ടിയുടെ വെയിറ്റ് എപ്പോഴും താഴോട്ടാണ് ആക്ട് ചെയ്യുക അല്ലേ? വണ്ടിയുടെ വെയിറ്റ് എപ്പോഴും താഴോട്ടല്ല ആക്ട് ചെയ്യുക. ബട്ട് നോക്കിയേ, സിൻസ് ദിസ് വെഹിക്കിൾ മൂവിങ് ഓൺ ദീസ് കർവ്, അതിൻ്റെ മുകളിൽ മറ്റൊരു ഫോഴ്സും കൂടി ആക്ട് ചെയ്യും. എന്താണ്? ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷനിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യും. തീർച്ചയായിട്ടും വെൻ എ വെഹിക്കിൾ മൂവിങ് ഓൺ എ കർവ്, വെയിറ്റ് എപ്പോഴും താഴോട്ടാണ് ആക്ട് ചെയ്യുക, യാതൊരു സംശയമില്ല. സിൻസ് ഇറ്റ് ഈസ് മൂവിങ് ഓൺ എ കർവ്, കർവിൻ്റെ ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്കാണ് എന്ത് ആക്ട് ചെയ്യുക? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഇവിടെ പ്രശ്നം എന്താണ്? വെയിറ്റ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആർ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് അത് ചിലപ്പം ബാലൻസ് ആവാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ റൈഡിങ് ഡിസ്കംഫർട്ടബിലിറ്റി ഉണ്ടാവില്ല. ബട്ട് ഇഫ് യു ലുക്ക് അറ്റ് ഇൻ ദ വാലി കർവ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? യെസ്, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മുടെ വെയിറ്റ് തീർച്ചയായിട്ടും എങ്ങോട്ട് ആക്ട് ചെയ്യുക? ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷനാണ് ആക്ട് ചെയ്യുക, യാതൊരു സംശയമില്ല അല്ലേ? അതെപ്പോഴും അങ്ങനെയാണല്ലോ. ബട്ട് നോക്കി, ഇവിടെ കർവ് ഇങ്ങനെയാണ്, അതായത് ഔട്ട്വേർഡ് ഡയറക്ഷൻ, താഴോട്ട് തന്നെയാണ് എന്തും ആക്ട് ചെയ്യുക? യെസ്, ഇൻ ദ ഔട്ട്വേർഡ് ഡയറക്ഷൻ തന്നെയാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആക്ട് ചെയ്യുക. ദാറ്റ് ഈസ് ബോത്ത് വെയിറ്റ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആർ ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. അതായത് നിങ്ങൾ ആ ഒരു വാലി കർവിൽ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലാതെ ഒരു ജർക്കിംഗ് ഫീൽ ചെയ്യും അല്ലെ? നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. വെൻ യു മൂവിങ് ഇൻ എ ഡിപ്പ് അല്ലെ, നമുക്ക് എന്താണ് നമ്മളൊന്ന് ഇരുന്ന് പോവുകയാണ് അല്ലേ? യെസ്, അതേപോലെ എന്താണ്? ബിക്കോസ് ബോത്ത് വെയിറ്റ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആർ ആക്ടിങ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ റൈഡിങ് ഡിസ്കംഫർട്ടബിലിറ്റി ഉണ്ടാവും when you are moving in a valley curve. Riding discomfortability ഉണ്ടാവും when you are moving on a valley curve. ക്ലിയർ ആണോ? അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് we have to provide and length of the valley curve for comfort condition. അതാണ് എന്ത്? വാലി കർവിൽ മാത്രമേ ഉള്ളൂ. സബ്മിറ്റ് കർവിലുണ്ടോ? സബ്മിറ്റ് കർവിലില്ല. ഇറ്റ് ഈസ് ഓൺലി occurring in case of valley curve. Clear? Yes. So അതിനു വേണ്ടി IRC എന്ന ഇക്വേഷൻ ആണ്. This is the equation given by, it is 2 times root of n into small v cube divided by c. Okay, എന്താണ് ഈ ഇക്വേഷൻ്റെ പ്രത്യേകത? യെസ്, ഇത് 2 ആണ്. ഓക്കെ, ദിസ് ഇസ് നത്തിങ് ബട്ട് 2. ദിസ് ഇസ് 2. ക്യാപിറ്റൽ N എന്താ നമുക്കറിയാം. എന്താണ് V എന്ന് പറഞ്ഞാൽ? V ഇസ് ദ വെലോസിറ്റി ഇൻ മീറ്റർ പെർ സെക്കൻഡ്. ആൻഡ് C എന്താണോ? C നമ്മളിപ്പോൾ പറഞ്ഞു, ഇറ്റ് ഈസ് ദ എന്താണ്? ഇറ്റ് ഈസ് ദ റേഡിയൽ ആക്സിലറേഷൻ. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ. ഓക്കെ, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റേഡിയൽ ആക്സിലറേഷൻ. ഓക്കെ, or you can term that as centrifugal acceleration. നിങ്ങൾക്ക് അതിനെ ജെർക്ക് എന്നൊക്കെ പറയാം. സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആണ്. ഓക്കെ അല്ലേ? സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം. ക്വസ്റ്റ്യൻ എത്ര തന്നിരിക്കുന്നത്? 0.6 ആണ്. ഓക്കെ, സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ്റെ വാല്യൂ എത്രയാണോ? ഇറ്റ് ഈസ് 0.5 to 0.8 meter per second cube ആണ്. or if nothing is mentioned, we consider C as 0.6 meter per second cube ആണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ആൻഡ് സിയുടെ മറ്റൊരു ഇക്വേഷനും എല്ലാവർക്കും അറിയാം. എന്താണ് സിയുടെ ഇക്വേഷൻ? നമുക്കെല്ലാം C is equal to 80 divided by 75 plus ക്യാപിറ്റൽ V ആണെന്ന് നമുക്കറിയാം. ഓക്കെ, വേറെ ക്യാപിറ്റൽ V എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻ കിലോമീറ്റർ പെർ അവർ ആണ്. ക്ലിയർ അല്ലേ? യൂണിറ്റ് ഒക്കെ എഴുതി വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
Okay, so this is the equation. So ഇവിടെ ഈ ഇക്വേഷനിൽ സ്മോൾ വി ആണുള്ളത്. Or you can use another equation also. എന്താണത്? LV is equal to അല്ലേ? ഇവിടെ നോക്കിയേ, വിനെ നമുക്ക് എന്താക്കാം? ക്യാപിറ്റൽ വി ആക്കാം. സിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഒന്നും പറഞ്ഞില്ലെങ്കിലുള്ള വാല്യൂ എത്രയാണ്? 0.6 meter per second cube ആണ്. So remember this value also. This is 0.38 root of n അവിടെ തന്നെ ഉണ്ടാവും. സ്മോൾ വി മാറ്റി നമ്മൾ ക്യാപിറ്റൽ വി ആക്കി, സിക്ക് പകരം നമ്മൾ 0.6 കൊടുത്തു. So this will be the equation, that is 0.38 root nv n into capital V cube. Okay, where in this equation, let me write down. Yes, in this equation capital V is in the kilometer per hour. Okay, so we are going to use this equation, substitute the value. Yes, LV is equal to 0.38 root n എത്രയാണോ? 0.073 ആണ്. Yes, into V എത്രയാണ്? 60 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്, that is 60 km per hour. If you calculate this, you will get the value, yes, 47.72 meter ആണ്. So very simple, ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. Okay, so length of the valley curve for comfort condition എത്രയാവുന്നത്? 47.72 ആണ്. അതായത് കംഫർട്ട് കണ്ടീഷൻ നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ട് പോകണമെങ്കിൽ, വാലി കർവിൽ കംഫർട്ട് ആയിട്ട് പോകണമെങ്കിൽ എത്ര ലെങ്ത് കൊടുക്കണം? ലെങ്ത് ഓഫ് വാലി കർവ് എത്രയായിരിക്കണം? 47.72 മീറ്റർ കൊടുക്കണം. യെസ് എന്നാണ് ഇക്വേഷൻ പറയുന്നത്. അതേപോലെ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിലോ ലെങ്ത് ഓഫ് ദ കർവ് എത്രയാണ്? 113.47 ആണ്. സോ ഇതിൽ നോക്കിയേ ഏതാണോ കൊടുക്കേണ്ടത് നമുക്ക്? വി ആർ ഹാവിംഗ് ടു ലെങ്ത്സ്. ഫസ്റ്റ് വൺ ഈസ് ലെങ്ത് ഫോർ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്, ലെങ്ത് ഫോർ കംഫർട്ട് കണ്ടീഷൻ. എടോ കംഫർട്ടായിട്ട് പോകണമെങ്കിൽ ലെങ്ത് എത്രയായിരിക്കണം? 47.72 വേണം. പക്ഷേ ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ് എത്ര വേണം? യെസ്, 113.47 വേണം. ഓക്കെ, സോ ഏതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്? യു പ്രൊവൈഡ് ദ മാക്സിമം വാല്യൂ. ഓക്കെ, സോ 113.47 കൊടുത്താൽ തീർച്ചയായിട്ടും അത് എന്തിനേയും കൂടി സാറ്റിസ്ഫൈ ചെയ്യും, 47.72 കൂടി കൊടുക്കും. ഓക്കെ, സോ യു ചൂസ് ദ മാക്സിമം വാല്യൂ. ഓക്കെ, സോ ലെങ്ത് ഓഫ് ദ വാലി കർവ് is the maximum of A and B. Maximum of A and B. Let me name that A and B. A, B ഏതാണ്? ഓക്കെ, നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ ഡയലോഗ് ആക്കി എഴുതണം. ഓക്കെ, ഇതാണ് ഇക്വേഷൻ എ അല്ലെങ്കിൽ ലെങ്ത് എ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. യെസ്, ഇതാണ് ബി, അതിൻ്റെ മാക്സിമം ആണ്. സോ ലെങ്ത് ഓഫ് ദ വാലി കർവ് എത്ര ആൻസർ ചെയ്യേണ്ടത് നിങ്ങൾ? യെസ്, എൽ വി നിങ്ങൾ എത്ര എഴുതണം? എത്ര വാല്യൂ കിട്ടിയത്? 113.47 മീറ്റർ. 113.47 മീറ്റർ എന്ന് പറയുന്നതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട ലെങ്ത് ഓഫ് ദ വാലി കർവ്. ഈസ് ദാറ്റ് ഓക്കെ? ദിസ് ഈസ് ദ ലെങ്ത് വി ഷുഡ് പ്രൊവൈഡ്. ദിസ് ഈസ് ദ ലെങ്ത് വി ഷുഡ് പ്രൊവൈഡ് ഫോർ ദിസ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ക്ലിയർ? സോ അതാണ് ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ഡിസൈൻ ലെങ്ത് ഓഫ് വാലി കർവ് ടു ഫുൾഫിൽ ബോത്ത് കംഫർട്ട് കണ്ടീഷൻ ആൻഡ് ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസ്. എത്രയാണ് കംഫർട്ട് കണ്ടീഷൻ്റെ ലെങ്ത്? 47 സംതിങ്ങേ ഉള്ളൂ. ഹെഡ്ലൈറ്റ് സൈഡ് ഡിസ്റ്റൻസിൽ എത്രയാണ്? 113 ഉണ്ട്. ഓക്കെ അല്ലേ? സോ ദാറ്റ് ഈസ് 113 ഇൻക്ലൂഡിങ് everything, or it is fulfilling both. Yes, comfort condition ആണ്. Clear? Is that okay? Okay അല്ലേ? Yes. Now let's move to the second part. അല്ലെങ്കിൽ yes, 12ന്റെ A പാർട്ട് കഴിഞ്ഞു and 12ന്റെ B പാർട്ടിലേക്കാണ് കിടക്കുന്നത്. What is B part is saying? Why transition curves are provided on a horizontal curve? Transition curve എന്തിനാണ് കൊടുക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് പാർട്ട്. What are the requirement of ideal transition curve? Yes, എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ്? ഹൗ ഡു യു ഡിറ്റർമൈൻ ദ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ്? സോ 12 ബി പാർട്ടിൽ 3 ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് 3 ആൻസർ ചെയ്യണം. 3 ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 7 മാർക്സ് കിട്ടും. ക്ലിയർ അല്ലേ? നോക്കിയേ, ഇക്വേഷൻസ് എല്ലാം എഴുതുമ്പോൾ അത് ബോക്സ് ചെയ്യണം. ആ ഇക്വേഷൻസിലെ പാരാമീറ്റേഴ്സിൻ്റെ യൂണിറ്റ് ഒക്കെ എഴുതുക. ലൈക്ക് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ എന്തായാലും വെലോസിറ്റി ഉണ്ടാവും. ആ വെലോസിറ്റി ചില ഇക്വേഷൻസ് എത്രയായിരിക്കും? മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും, ചിലപ്പോൾ എത്രയിലായിരിക്കും? കിലോമീറ്റർ പെർ അവറിലായിരിക്കും. സോ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എഴുതണം. ഓക്കെ അല്ലേ? ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റെപ്പ് എഴുതാം. നോക്കി ഡെറിവേഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ ഡെറിവേഷൻ ഒക്കെ എല്ലാവരും ചെയ്ത് പഠിക്കുക. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. Now what is transition curve? Why they are provided? What is requirement എന്നുള്ളത് തിയറി പോയിന്റ് ആണ്. ഓക്കെ, യെസ്, ലെറ്റ്സ് മൂവ് ടു യെസ്. റീഡ് ദ ഡെഫിനേഷൻ. എന്താണ് ട്രാൻസിഷൻ കർവ്? ട്രാൻസിഷൻ കർവ് it is a curve, yes, in plan which is provided to change the horizontal alignment from the straight to the circular curve gradually, okay, to provide the radius of the transition curve varies between the infinity to r or r to infinity. Clear? So endana transition curve? These are the curve provided in changing from a straight portion to the circular portion. നിങ്ങളെ റോഡിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ റോഡ്, നമ്മൾ ഹൈവേ എന്ന് പറഞ്ഞാൽ അല്ലേ, റോഡ് എന്ന് വെച്ചാൽ കുറേ നേരം എന്തായിരിക്കും സ്ട്രേറ്റ് ഉണ്ടാവും, പിന്നെ കയറ്റമുണ്ട്, പിന്നെ ഇറക്കമുണ്ട്, പിന്നെ വളവുണ്ട്,
പിന്നെ വളവോട് കൂടിയ കയറ്റമുണ്ട്, വളവോട് കൂടിയ ഇറക്കമുണ്ട്. റോഡിൽ പല പോർഷൻസ് ഉണ്ട്. നോക്കിയേ, റോഡിൻ്റെ സ്ട്രേറ്റ് പോർഷൻ ഹൈവേയിൽ സ്ട്രേറ്റ് പോർഷൻ ഇങ്ങനെ മൂവ് ചെയ്യാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ചേഞ്ച് ഇൻ ഡയറക്ഷൻ വരികയാണ്. യു ആർ മൂവിങ് ഇൻ എ സ്ട്രേറ്റ് പോർഷൻ, ദെൻ ദർ ഈസ് എ കേർവ്ഡ് പോർഷൻ. സോ സ്ട്രേറ്റ് പോർഷൻ കേർവ്ഡ് പോർഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റൈഡിങ് ഡിസ്കംഫർട്ടബിൾ ഉണ്ടാവും, അല്ലേ? അത്ര സ്മൂത്ത് അല്ലല്ലോ. അങ്ങനെ റൈഡിങ് ഡിസ്കംഫർട്ടബിലിറ്റി ഉണ്ടാകുമ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കർവിനാണെന്ന് പറയുക ട്രാൻസിഷൻ കർവ്. സോ ലുക്ക് അറ്റ് ദിസ്, ഈ ഫിഗർ വരയ്ക്കണം നിങ്ങൾ. നോക്കിയേ, ട്രാൻസിഷൻ കർവിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. ഇറ്റ് ഈസ് എ കർവ് ഇൻട്രൊഡ്യൂസ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്? സ്ട്രേറ്റ് ആൻഡ് സർക്കുലർ പോർഷൻ. നോക്കിയേ, ഇതാണ് സ്ട്രേറ്റ് പോർഷൻ ഓഫ് ദ റോഡ്. ആൻഡ് ലെറ്റ്സ് സേ ഇതാണ് നമ്മുടെ ഇത് കുറച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന കേർവ്ഡ് പോർഷനാണ്. ഓക്കെ, ഇതാണ് പിന്നെ നമ്മുടെ ഇത് വരുന്നത്. ദിസ് ഈസ് എ കേർവ്ഡ് പോർഷൻ. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ സ്ട്രേറ്റ് പോർഷൻ, പിന്നെ എന്താണ്, പിന്നെ കേർവ്ഡ് പോർഷനാണ്. നിങ്ങൾക്ക് സഡൻലി സ്ട്രേറ്റ് പോർഷൻ കേർവ്ഡ് പോർഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ദർ വിൽ ബി സം ജർക്കിംഗ്. എന്താണെന്ന് പറയുക? റൈഡിങ് ഡിസ്കംഫർട്ടബിലിറ്റി, അല്ലെങ്കിൽ എന്താണ് അതിനെന്ന് പറയുന്നത്? ദിസ് ഈസ് എ ടേം ജർക്ക് എന്നാണ്. അതിൻ്റെ നൊട്ടേഷനാണ് നമ്മൾ സി എന്ന് എഴുതിയത്. തൊട്ട് മുമ്പ് നമ്മൾ എഴുതും റൈഡിങ് ഡിസ്കംഫർട്ടബിലിറ്റി അല്ലെങ്കിൽ ജർക്കിംഗ്. ജർക്കിന് നമ്മൾ ട്രാൻസ്പോർട്ടേഷനിൽ കൊടുക്കുന്ന നൊട്ടേഷൻ എന്താണ്? സി എന്നാണ്. അതിൻ്റെ ഡെഫിനിഷനൊക്കെ ഉണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ ഡ്രോ ദ ട്രാൻസിഷൻ കർവ്. സോ ഇതാണ് നമ്മുടെ സ്ട്രേറ്റ് പോർഷൻ, ഇതാണ് കേർവ്ഡ് പോർഷൻ. ഇതിൻ്റെ ഇടയിൽ നമ്മൾ ആ ഒരു ട്രാൻസിഷൻ സ്മൂത്ത് ആകാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഈ റെഡ് കളറിൽ വരച്ചിരിക്കുന്ന ഈ കർവിനാണ് നമ്മൾ എന്താ പറയുന്നത്? ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ക്ലിയർ? ദിസ് ഇസ് ടേംഡ് ആസ് ട്രാൻസിഷൻ കർവ്. സോ ഇത്രയും ലെങ്ത്, ഈ ലെങ്ത്തിനാണ് ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് എന്ന് പറയുന്നത്. ഈസ് ദാറ്റ് ഓക്കെ? It is a curve joining between straight and circular portion so that a smooth change from straight and circular portion occurs, or to avoid ഏതാണ്? ജർക്കാണ്. ക്ലിയർ? ഇനി നോക്കിയേ, അതിൻ്റെ ഉദ്ദേശം മറ്റു പലതും ഉണ്ട്. ടെക്നിക്കൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ്. നോക്കിയേ, നമുക്കിതിനെ രണ്ട് സെഷൻ എടുക്കാം. ഇതാണ് കർവിൻ്റെ തുടക്കം, ഇതാണ് നമുക്ക് 1 എന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഇസ് പോർഷൻ 1, ഇതാണ് അതിൻ്റെ പോർഷൻ 2. ക്ലിയർ അല്ലേ? സോ 1 to 2 എന്ന് പറയുന്ന ലെങ്ത് ആണ് എന്ത്? വാലി കർവ്. ട്രാൻസിഷൻ കർവ്. 1 മുതൽ 2 വരെ ഏതാണ്? ട്രാൻസിഷൻ കർവ് ആണ്. ഓക്കെ, 1ന് മുമ്പ് എന്താണ്? സ്ട്രേറ്റ് പോർഷനാണ്. 2ന് ശേഷം എന്താണ്? സർക്കുലർ പോർഷനാണ്. അത് രണ്ടും കണക്ട് ചെയ്യുന്ന ആരാണ്? ട്രാൻസിഷൻ കർവ് ആണ്. ഓക്കെ, സ്മൂത്ത് ട്രാൻസിഷൻ, പേര് തന്നെ അറിയാം, ട്രാൻസിഷൻ കർവ് ആണ്. ട്രാൻസിഷൻ എങ്ങോട്ട് ട്രാൻസിഷൻ ആണ്? സ്ട്രേറ്റ് പോർഷൻ സർക്കുലർ പോർഷനിലേക്ക്, ഓർ സർക്കുലർ പോർഷൻ സ്ട്രേറ്റ് പോർഷനിലേക്ക്. നോക്കിയേ, ഇഫ് യു ലുക്ക് അറ്റ് ദ സെഷൻ 1 എന്ന് കൊടുക്കാം. ദിസ് ഇസ് സെഷൻ 2. ഓക്കെ, വാട്ട് ഈസ് ദ റേഡിയസ് അറ്റ് ദ സെഷൻ 1 പറഞ്ഞേ? 1 എന്ന് പറയുന്ന പോയിന്റിൽ ആ ഒരു സെഷനിലെ റേഡിയസ് എത്രയായിരിക്കും? സ്ട്രേറ്റ് പോർഷൻ അല്ലേ? 1 എന്ന് പറയുന്നത് സ്ട്രേറ്റ് പോർഷൻ്റെ അവസാനമാണ്, അതായത് ട്രാൻസിഷൻ കർവിൻ്റെ തുടക്കം. ദാറ്റ് ഈസ്, നമുക്കറിയാം സ്ട്രേറ്റ് പോർഷൻ എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആയിരിക്കില്ലേ റേഡിയസ്? തീർച്ചയായിട്ടും. ഓക്കെ, ആൻഡ് അതേ റേഡിയസ് നമ്മൾ അവിടെ നോക്കുകയാണെങ്കിലോ 2ൽ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് എ കർവ്. സോ അതിന് സം റേഡിയസ് ഉണ്ടാവും. സോ അറ്റ് 1ൽ റേഡിയസ് എത്രയാണ്? ഇൻഫിനിറ്റി ആണ്. അറ്റ് 2ൽ, അതായത് അറ്റ് ദ എൻഡ് ഓഫ് ദ ട്രാൻസിഷൻ കർവിൽ റേഡിയസ് എത്രയാണ്? 6 ആണ്. നമുക്കറിയാം, അടുത്ത പോയിന്റ് നോക്കിയേ, നമുക്ക് ഓൾറെഡി അറിയാം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് P ഈക്വൽ എന്താണ്? മാസ് ഇൻറ്റു സ്മോൾ v സ്ക്വയർ ഡിവൈഡ് ബൈ r എന്ന ഇക്വേഷൻ ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ, അല്ലേ? എന്താണോ കർവ് വരികയാണെങ്കിൽ അവിടെയൊക്കെ എന്ത് വരും? പുറത്തേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യില്ലേ? ഇഫ് യു ആർ ടേണിംഗ് ലൈക്ക് ദിസ്, നിങ്ങൾ ഇങ്ങനെ ഒരു കർവ് എടുക്കുകയാണ്, അപ്പോൾ പുറത്തേക്ക് ആക്ട് ചെയ്യും, എന്തൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ദാറ്റ് ഫോഴ്സ് ഇസ് ടേംഡ് ആസ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വിച്ച് ഇസ് mv സ്ക്വയർ ബൈ r ആണ്. ഓക്കെ, അതായത് ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ടു ദ റേഡിയസ് ആണ്. അപ്പോൾ നമുക്കറിയാം അറ്റ് ദ പോയിന്റ് 1ൽ റേഡിയസ് എത്രയാണ്? ഇൻഫിനിറ്റി അല്ലേ? അപ്പോൾ P എത്രയായിരിക്കും? വിച്ച് ഇസ് mv സ്ക്വയർ ബൈ r ആണ്. സോ P ഈസ് ഈക്വൽ ടു 1 ബൈ ഇൻഫിനിറ്റി, അല്ലെങ്കിൽ mv സ്ക്വയർ ബൈ ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് P ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? ഇവിടെ ഇറ്റ് വിൽ ബി ഹാവിങ് സം വാല്യൂ, ദാറ്റ് ഈസ് mv സ്ക്വയർ ബൈ r ആയിരിക്കും. ഒരു പ്രശ്നമില്ല. ക്ലിയർ? സോ ഇതാണ് അതിൻ്റെ ടെക്നിക്കൽ ഡെഫിനിഷൻ വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, എന്താണ് ട്രാൻസിഷൻ കർവ്? ട്രാൻസിഷൻ കർവ് ഇസ് എ കർവ്. റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഈ കർവ്, ഇറ്റ് ഈസ് എ കർവ് ഇൻട്രൊഡ്യൂസ് ഇൻ ബിറ്റ്വീൻ സ്ട്രേറ്റ് ആൻഡ് സർക്കുലർ പോർഷൻ സോ ദാറ്റ് റേഡിയസ് ചേഞ്ചസ് ഫ്രം എവിടെ നിന്ന് അങ്ങോട്ടാണ്? റേഡിയസ് ചേഞ്ചസ് ഫ്രം ഇൻഫിനിറ്റി ടു r, or centrifugal force changes from 0 to mv square by r. Is that okay? Definition ആണ്, എഴുതണം. It is a curve joining. It is a transition curve is a curve provided in between straight and circular portion so that radius changes from infinity to r. Centrifugal force changes from 0 to mv square by r. Clear? So that is a definition. നിങ്ങൾ അത് എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം. That is a mark ആണ്. Okay? Yes. 1 mark question ആണ്. ഇതാണ് നമ്മുടെ ട്രാൻസിഷൻ കർവ്. ഇനി നോക്കിയേ, എന്തിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടു അവോയ്ഡ് ജർക്കാണ്. അല്ലേ? ടു അവോയ്ഡ് ജർക്കാണ്. ജർക്കിന് നമ്മൾ C എന്നാണ് പറയാം. ഓക്കെ, വിച്ച് ഈസ് നത്തിങ് ബട്ട് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ്
റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ ആണ്. ഓക്കെ, DA/dt ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആക്സിലറേഷൻ. നമുക്കറിയാം ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്താണ്, m/s² ആണ്. ദെൻ വി ആർ അഗെയിൻ ഡിവൈഡിങ് ഇറ്റ് വിത്ത് ടൈം ആണ്. അതുകൊണ്ടാണ് C എന്ന് പറയുന്ന ജെർക്കിൻ്റെ ഇക്വേഷൻ നമുക്ക് m/s³ ആവുന്നത്. ക്ലിയർ അല്ലേ? ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയൽ ആക്സിലറേഷൻ. ജെർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റേഡിയൽ ആക്സിലറേഷൻ ആണ്. നമ്മൾ പറഞ്ഞു സിയുടെ വാല്യൂസ് എത്രയാണ്, 0.5 to 0.8 m/s³ ആണ്. ഓക്കെ, ഓർ ഒന്നും പറഞ്ഞില്ലെങ്കിൽ സി എത്രയാണ്, 0.6 m/s³ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് സിയുടെ എംപെറിക്കൽ ഫോർമുല എന്താണോ, C is equal to 80 divided by 75 plus capital V ആണ്. യെസ്, ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്. വേർ V is now in the unit km/h ആണ്. നോക്കിയേ, ഇതൊക്കെ എഴുതിയിട്ട് V ഇന്ന യൂണിറ്റിലും കൂടിയാണെന്നൊക്കെ എഴുതണേ, അപ്പോഴേ മാർക്ക് കിട്ടുള്ളൂ. ഏത് വെലോസിറ്റി ചിലപ്പോൾ m/s ആവാം അല്ലെങ്കിൽ km/h ആവാം. സോ ജെർക്കും ഇമ്പോർട്ടൻ്റ് ആണ്. ജെർക്കിൻ്റെ ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കണം. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നൗ ലെറ്റ്സ് മൂവ് ടു തിയററ്റിക്കൽ പോർഷൻ. എന്താണ് റിക്വയർമെൻറ്റ് ഓഫ് എ ട്രാൻസിഷൻ കർവ് ആണ്. ഇറ്റ് മസ്റ്റ് അറ്റൈൻ സ്പെസിഫൈഡ് കാൻഡ് അറ്റ് ദ ജംഗ്ഷൻ. കാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണോ, സൂപ്പർ എലിവേഷൻ അല്ലെ, പ്രോപ്പർ സൂപ്പർ എലിവേഷൻ അറ്റൈൻ ചെയ്യാൻ പറ്റണം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കാൻഡ് മസ്റ്റ് ബി ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ കർവ് ആയിരിക്കണം. ഒബ്വിയസ്ലി റേഡിയസ് ഓഫ് ദ ട്രാൻസിഷൻ കർവ് അറ്റ് ദ ജംഗ്ഷൻ ഷുഡ് ബി ഈക്വൽ ടു റേഡിയസ് ഓഫ് ദ സർക്കുലർ കർവ് ആയിരിക്കണം അല്ലേ. സർക്കുലർ കർവിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ സെയിം ആയിരിക്കണം കർവ്. ആൻഡ് മസ്റ്റ് മീറ്റ് ദ സർക്കുലർ കർവ് ടാൻജൻഷ്യലി. ഇതൊക്കെയാണ് റിക്വയർമെൻറ്റ്. റിക്വയർമെൻറ്റ് എന്ന് പറയുമ്പോൾ 3 പോയിന്റ് എഴുതിയാൽ മതി. നിങ്ങൾ 4 പോയിന്റ് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഈ 3-4 പോയിന്റുകൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ഇനി ഉദ്ദേശം എന്താണ്, ട്രാൻസിഷൻ കർവ് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്, നമ്മൾ പറഞ്ഞ പോയിന്റുകളാണ്. അത് തന്നെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്താണ്, ഫസ്റ്റ് വൺ ഈസ് ഫോർ ദ ഗ്രാജുവൽ ഇൻട്രൊഡക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ്, 0 to mv²/r ഗ്രാജുവലി ചേഞ്ച് ചെയ്യണം. യെസ്, ടു ഇൻട്രൊഡ്യൂസ് സൂപ്പർ എലിവേഷനും ഗ്രാജുവലി, ടു ഇൻട്രൊഡ്യൂസ് എക്സ്ട്രാ വൈഡനിങ് ഗ്രാജുവലി, ടു പ്രൊവൈഡ് കംഫർട്ട് ഫോർ ദ ഡ്രൈവർ, ദാറ്റ് ഈസ് എന്താണ്, കംഫർട്ട് ഫോർ ദ ഡ്രൈവർ, ദാറ്റ് ഈസ് ടു ഇനേബിൾ സ്മൂത്ത് വെഹിക്കിൾ ഓപ്പറേഷൻ ഓൺ ദ റോഡ്. സ്മൂത്ത് ആയിട്ട് വെഹിക്കിൾ എന്ത് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്യണം. അതായത് അവോയ്ഡിങ് ജെർക്കാണ്. ഓക്കെ അല്ലേ? യെസ്. ടു എൻഹാൻസ് ദ എസ്തെറ്റിക് ഓഫ് ദ ഹൈവേ, ടു പ്രിവെന്റ് ദ പോസിബിലിറ്റി ഓഫ് ഓവർ ടേണിംഗ് ഓഫ് ദ വെഹിക്കിൾ ഓൺ ദ ഹൊറിസോണ്ടൽ കർവ്. അതിനെയാണ് ജെർക്കിംഗ് ഉദ്ദേശിച്ചത്. ടു ഇംപ്രൂവ് ദ ഡിസൈൻ സ്പീഡ് ഓൺ ദ ഹൊറിസോണ്ടൽ കർവ്സ്. ഓക്കെ, 3 പോയിന്റ് എഴുതിയാൽ മതി. എല്ലാം അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കുക. ക്ലിയർ? ഇതിൽ നമ്മൾ എല്ലാ പോയിന്റും പറഞ്ഞിട്ടുണ്ട്. ടു പ്രൊവൈഡിങ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ടു അവോയ്ഡ് എന്താണ്, ഡിസ്കംഫർട്ടബിലിറ്റി അല്ലെങ്കിൽ അവോയ്ഡിങ് ജെർക്കാണ്. ക്ലിയർ? യെസ്. സോ അതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം. ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം എന്തായിരുന്നു? യെസ്, ദിസ് വാസ് ദ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം. എന്താണ് ക്വസ്റ്റ്യൻ? വേർ ഇസ് ദ ക്വസ്റ്റ്യൻ? യെസ്, ഇത് നോക്കിയ ക്വസ്റ്റ്യൻ ഉദ്ദേശം എന്താണ്, വൈ ട്രാൻസിഷൻ കർവ്സ് ആർ പ്രൊവൈഡഡ് ഓൺ എ ഹൊറിസോണ്ടൽ കർവ്, വാട്ട് ആർ ദ റിക്വയർമെന്റ് ഓഫ് ഐഡിയൽ ട്രാൻസിഷൻ കർവ്. ഇനി ലാസ്റ്റ് പോർഷൻ നോക്കിയേ, ഹൗ ഡു യു ഡിറ്റർമൈൻ ദ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ്. ഹൗ ഡു യു ഡിറ്റർമൈൻ ദ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ്? നമുക്കറിയാം നമ്പർ ഓഫ് എംപിറിക്കൽ ഫോർമുലാസ് ആണ്. യെസ്, നമ്പർ ഓഫ് എംപിറിക്കൽ ഫോർമുലാസ് ആണ്. സോ നെക്സ്റ്റ് പോയിന്റ് ഡിസ്കഷൻ ഈസ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്. ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്, യെസ്, TC എന്ന് എഴുതുകയാണ്. നമുക്കതിനെ LT എന്ന് മാർക്ക് ചെയ്യാം. ട്രാൻസിഷൻ കർവിനെ TC എന്ന് എഴുതിയിട്ടുണ്ട്, ചുരുക്കത്തിൽ സൗകര്യത്തിന് വേണ്ടിയാണ്. യെസ്, 3 രീതിയിൽ ട്രാൻസിഷൻ കർവിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാം. ഏതൊക്കെയാണോ? ഫസ്റ്റ് വൺ ഈസ് ബേസ്ഡ് ഓൺ ഇങ്ങനെ തന്നെ എഴുതണേ, ബേസ്ഡ് ഓൺ C ആണ്. ബേസ്ഡ് ഓൺ, യെസ്, ജെർക്കാണ്. ഇഫ് ജെർക്ക് വാല്യൂ ഇസ് ഗിവൺ ടു യു, അതായത് ജെർക്കിൻ്റെ നൊട്ടേഷൻ എന്താണോ, C എന്നാണ് അല്ലേ. ബേസ്ഡ് ഓൺ ജെർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യെസ്, വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ലെങ്ത് ഓഫ് ദ വാല്യൂ കർവ് വിച്ച് ഇസ് ഈക്വൽ എന്താണ്, യെസ്, VQ/C into R എന്നാണ്. ഓക്കെ, സോ L will be equal to LT will be equal to VQ/C into R. VQ/C into R എന്നാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഓക്കെ, VQ/C into R ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ആണ്. വേർ V എന്ന് പറയുന്നത് എന്താണ്, നോക്കി ഇങ്ങനെ എഴുതണേ. V എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻ m/s ആണ്. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണ്, ഇൻ മീറ്റേഴ്സ് ആണ്. ആൻഡ് ഇവിടെ നിങ്ങൾ എഴുതണം നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ, അതിനു വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ഇറ്റ് ഈസ് 80 divided by 75 plus ക്യാപിറ്റൽ V ആണ് എന്ന് എഴുതിയിട്ട്, ക്യാപിറ്റൽ V ഈ ഒരു ഇക്വേഷനിൽ എന്താണ് യൂണിറ്റ്, ഇറ്റ് ഈസ് km/h ആണ്. ദിസ് ഈസ് km/h എന്ന് എഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനൊക്കെ അഡീഷണൽ മാർക്ക് ഉണ്ടാവും. ഓക്കെ, യെസ്. ഇനി നോക്കിയേ, ഓർ C = എന്ത് എടുക്കണം, ഓർ C = 0.6 m/s³ എന്നും കൂടി എഴുതിയാൽ നിങ്ങളെ പേപ്പർ നോക്കുന്ന ആൾ ഇംപ്രസ്ഡ് ആയി, നിങ്ങളെ പേപ്പർ നോക്കുന്ന ആൾ വീണു. ഓക്കെ അല്ലേ? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. സോ ദാറ്റ് ഈസ് ഇക്വേഷൻ, ദാറ്റ് ഈസ് സ്മോൾ VQ divided by CR. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കിയേ, ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സൂപ്പർ എലിവേഷൻ. ബേസ്ഡ് ഓൺ
സൂപ്പർ എലിവേഷൻ ആണ്. സൂപ്പർ എലിവേഷൻ നൊട്ടേഷൻ എന്താണോ ഇ ആണ്. നമുക്കറിയാം സൂപ്പർ എലിവേഷൻ രണ്ട് രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്താണ്? ഫസ്റ്റ് വൺ ബൈ പിവറ്റിംഗ് അബൌട്ട് ദ എഡ്ജ് ആണ്. സൂപ്പർ എലിവേഷൻ ക്യാൻ ബി പ്രൊവൈഡഡ് ബൈ പിവറ്റിംഗ് അബൌട്ട് ഏതാണ് അല്ലെ, റൊട്ടേറ്റിംഗ് ദ പേയ്മെൻറ്റ് അബൌട്ട് എഡ്ജ് ആണ്. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഇക്വേഷൻ ഓഫ് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് ബൈ ഇ ഇൻറ്റു ക്യാപിറ്റൽ എൻ ഇൻറ്റു വിഡ്ത്ത് പ്ലസ് എക്സ്ട്രാ വൈഡനിങ് എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷനാണ്. എന്താണോ? ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് സൂപ്പർ എലിവേഷൻ ഇൻറ്റു ക്യാപിറ്റൽ എൻ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു ഡീവിയേഷൻ ആംഗിൾ നിങ്ങൾക്കറിയാം. W എന്താണ്? വിഡ്ത്ത് ഓഫ് ദ പേയ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാരേജ് വേ. WE എന്താണ്? എക്സ്ട്രാ വൈഡനിങ്. ക്ലിയർ? സോ ദിസ് ദ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുക. യെസ്, ഡെറിവേഷൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിൽ. സെക്കൻഡ് വൺ എങ്ങനെയാണോ? യു ക്യാൻ പ്രൊവൈഡ് ദ സൂപ്പർ എലിവേഷൻ ഐദർ പിവറ്റിംഗ് അബൌട്ട് എഡ്ജ് ആണ് ഓർ ബൈ പിവറ്റിംഗ് അറ്റ് ദ സെൻറ്റർ ആണ് അല്ലേ. പിവറ്റിംഗ് അറ്റ് ദ സെൻറ്റർ ആണ്. ഇതാണ് രണ്ടാമത്തെ വേ ഓഫ് പ്രൊവൈഡിങ് സൂപ്പർ എലിവേഷൻ. അങ്ങനെയാണെങ്കിൽ ഇക്വേഷനിൽ ചെയ്യുന്നത് എന്താ വരിക? ദിസ് വിൽ ബി ഇ ഇൻറ്റു ക്യാപിറ്റൽ എൻ ഇൻറ്റു W പ്ലസ് WE ഡിവൈഡ് ബൈ എന്താണ്? 2 ആണ്. ഓക്കെ, സെൻറ്റർ ആകുമ്പോൾ എന്ത് വരും? ഡിവൈഡ് ബൈ 2 എന്ന് വരും. സെൻറ്റർ ആകുമ്പോൾ എന്ത് വരും? ഡിവൈഡ് ബൈ 2 എന്ന് വരും. നോക്കി, ഈ ഇക്വേഷനൊക്കെ എഴുതി ബോക്സ് ചെയ്യുന്നൊരു കാര്യമുണ്ടേ. നിങ്ങൾക്ക് വേരിയബിൾ എന്താണെന്നും കൂടി എഴുതി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഓരോ വേരിയബിൾ എന്താണെന്നും കൂടി എഴുതണം, നിർബന്ധമാണ്. ഇ എന്താണ്? സൂപ്പർ എലിവേഷൻ. എൻ എന്താണ്? ആംഗിൾ ഓഫ് ഡീവിയേഷൻ. W എന്താണ്? വിഡ്ത്ത് ഓഫ് ദ ക്യാരേജ് വേ. WE എന്താണ്? എക്സ്ട്രാ വൈഡനിങ്. ക്ലിയർ? സോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ സെറ്റ് ഇക്വേഷൻ. ഒന്നാമത്തെ ഏതായിരുന്നു? യെസ്, ബേസ്ഡ് ഓൺ ജെർക്കാണ്. രണ്ടാമത് ബേസ്ഡ് ഓൺ സൂപ്പർ എലിവേഷൻ ആണ്. മൂന്നാമത്തെ എഴുതുക. യെസ്, ദാറ്റ് ഈസ് എംപെറിക്കൽ ഫോർമുല. തേർഡ് വൺ ഈസ് എംപെറിക്കൽ ഫോർമുലയാണ്. യെസ്, വാട്ട് ഈസ് എംപെറിക്കൽ ഫോർമുല? രണ്ട് സെറ്റ് ഫോർമുല ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് LT ഈസ് ഈക്വൽ ടു 2.7 V സ്ക്വയർ ഡിവൈഡ് ബൈ 2.7 V സ്ക്വയർ ഡിവൈഡ് ബൈ R ആണ്. 2.7 ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡ് ബൈ R ആണ്. ഫോർമുല എഴുതുക, ബോക്സ് എഴുതുക, വെലോസിറ്റി ഏത് യൂണിറ്റിലാണെന്ന് എഴുതുക. ഇവിടെ ഏത് യൂണിറ്റിലാണ്? km/h ആണ്. ആൻഡ് ഇവിടെ എടുത്ത് എഴുതണം, ദിസ് ഇക്വേഷൻ ഈസ് അപ്ലിക്കബിൾ ഫോർ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈന് വേണ്ടിയിട്ട് ഈ ഇക്വേഷനാണ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഈ ഡയലോഗ് എഴുതിയാൽ മാർക്ക് എന്തായാലും കിട്ടും, ഉറപ്പാണ്. ഇതാണ് എംപെറിക്കൽ ഫോർമുല. ആൻഡ് അതേപോലെ LT ഈസ് ഈക്വൽ ടു വെറും ക്യാപിറ്റൽ V സ്ക്വയർ ഡിവൈഡ് ബൈ R ഉണ്ട്. വെറും ക്യാപിറ്റൽ V സ്ക്വയർ. ഇവിടെയും V എന്താണ്? ഇറ്റ് ഈസ് ഇൻ km/h ആണ്. ബട്ട് ദിസ് ഇക്വേഷൻ ഈസ് ഫോർ ഏതാണ്? യെസ്, ഫോർ ഹില്ലി റീജിയൻ ആണ്. ഫോർ ഹില്ലി ഏരിയ ആണെങ്കിൽ ഏതാണ് ഇക്വേഷൻ വേണ്ടത്? LT ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ V സ്ക്വയർ ബൈ R ആണ്. ക്ലിയർ ആണോ? അവിടെ എന്താണ്? V in km/h ആണ്. ഇനി നോക്കിയേ, നമ്മൾ പറഞ്ഞു ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ ഓൾ ദീസ് ത്രീ ഇക്വേഷൻ. ഒന്നേതാണ്? ബേസ്ഡ് ഓൺ ജെർക്കാണ്. സെക്കൻഡ് വൺ ബേസ്ഡ് ഓൺ സൂപ്പർ എലിവേഷൻ. തേർഡ് വൺ എംപെറിക്കൽ ഫോർമുല. എന്നിട്ട് നോക്കിയേ, നമ്മൾ ഈ സാധനം എഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആക്കി ഈ സാധനം എഴുതണം, എന്നാലേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. എന്തെഴുതണം? ഏതായിരിക്കും നമ്മുടെ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ്? നിങ്ങൾ 3 ഇക്വേഷൻ വെച്ചും കാൽക്കുലേറ്റ് ചെയ്യും. എല്ലാത്തിൻ്റെയും മാക്സിമം ഏതാണോ അതാണ് നമ്മുടെ ലെങ്ത് ഓഫ് ട്രാൻസിഷൻ. സോ എന്താണ്? മാക്സിമം ഓഫ് 1, 2, 3 is the length of transition curve. എന്ന് എഴുതണം, തീർച്ചയായിട്ടും എഴുതണം. ഇതും കൂടി എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. ഈസ് ദാറ്റ് ഓക്കെ? സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് മൊഡ്യൂൾ നമ്പർ 1. മൊഡ്യൂൾ നമ്പർ 1 നമുക്കറിയാം എല്ലാ മൊഡ്യൂളിലും 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ദെൻ 14 മാർക്കിൻ്റെ ഒരു essay ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പാർട്ട് ബി, അതായത് 14 മാർക്കിൻ്റെ essay നോക്കുമ്പോൾ നിങ്ങൾക്ക് 2 എന്തുണ്ടാവും? ചോയ്സ് ഉണ്ടാവും. നിങ്ങൾക്ക് അറിയാവുന്ന, ഏറ്റവും നല്ലപോലെ അറിയാവുന്ന സാധനം എന്ത് ചെയ്യുക? നിങ്ങൾ എടുത്തെഴുതുക. ക്ലിയർ അല്ലേ? സോ 2 ചോയ്സും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ എല്ലാം ബോക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആൻഡ് ഫോർമുല പ്രത്യേകിച്ചും ട്രാൻസ്പോർട്ടേഷനിൽ വെലോസിറ്റി ചിലപ്പോൾ മീറ്റർ/സെക്കൻഡ് ആവാം, ചിലപ്പോൾ km/h ആവാം. സോ എല്ലാ ഇക്വേഷൻ്റെ അടുത്തും വെലോസിറ്റി ഏത് യൂണിറ്റിലാണെന്ന് ഇടയ്ക്കിടയ്ക്ക് എഴുതുക. ക്ലിയർ അല്ലേ? ആൻഡ് ഏതെങ്കിലും സ്പെസിഫിക്കേഷൻ പറയുന്നത്, അതായത് ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് ലൈക്ക് ലെങ്ത് ഓഫ് ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കുന്നത് 3 ഇക്വേഷനെ ബേസിട്ടാണ്. അതിലേതാണ് ഇക്വേഷൻ, അതിലേതാണ് ഫോർമുല നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ഏതാണോ ഹയസ്റ്റ് വാല്യൂ തരാൻ പോകുന്നത് അതായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദ മൊഡ്യൂൾ 1 ആണ്. CET 206 എന്ന് പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൻ്റെ KTU എക്സാം പേപ്പർ സൊല്യൂഷനാണ് കണ്ടിരിക്കുന്നത്. മൊഡ്യൂൾ 1 നമ്മൾ അവസാനിച്ചു. ഓക്കെ, സോ ബാക്കിയുള്ള മൊഡ്യൂൾസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം വരുന്ന സെഷനിൽ. ആൻഡ് നെക്സ്റ്റ് സെഷനിൽ കാണുന്നവരെ താങ്ക് യു.